പൊന്മുട്ടയിടുന്ന താറാവ് സിനിമയിൽ ഇന്നസെന്റിന്റെ വീടാണിത്, അതായത് ഉർവശിയുടെ വീടാണ് അല്ലേ ചേട്ടാ? അത് എങ്ങനെയാണ് അതിന്റെ അമ്മയായിട്ടും മറ്റേ ഇന്നസെന്റ് മറ്റേ അച്ഛനായിട്ടും. ഓക്കെ ഓക്കെ. അങ്ങനെ ഇവിടെ അയാള് വരലും ജനലിന്റെ ഉള്ളിൽ കൂടെ മറ്റേ തട്ടാൻ. അതെ അതെ അതെ. തട്ടാന്റെ വീട് ഈ കണ്ണ വീട്, ഈ വീടാണ്. അവിടെ വേലി എടുത്തിച്ച് ചാടുന്നുണ്ട്. ഇവിടെ ഒരു വേലിയുണ്ട്, ആ വേലി എടുത്തിട്ട് ചാടും. അതെ അതെ അതെ. ചാടിയിട്ട് മെല്ലെ വന്നിട്ട് അപ്പൊ ഇയാൾക്ക് അദ്ദേഹത്തിന് ഒച്ച കേൾക്കും. ഒച്ച കേൾക്കുമ്പോ ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരു നേലൊക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ മാറും. അത് ആ ജനലിപ്പോഴും ഉണ്ട്. പിന്നെ അപ്പൊ ഇതാണ് ഇതാണ് ആ വീട് അല്ലേ? ഇത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒറിജിനൽ അതേപോലെ തന്നെ അതേമാതിരി അല്ലേ? ഇവിടെ വന്നിട്ടാണ് അവൻ ചെമ്പാണെന്ന് പറയലും ലഹളയും കാര്യങ്ങളൊക്കെ അമ്പലത്തിന്റെ അവിടെ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ലഹളുണ്ട്. അല്ല വീട്ടിൽ വെച്ചിട്ട് ലഹളുണ്ടല്ലോ, വഷളാവണ രംഗമൊക്കെ. അതെ അതെ അതെ. ആട്ടുകാര് ഒക്കെ കൂടി നിൽക്കുന്നു. ഓടി വരുന്ന രംഗങ്ങൾ കണ്ടില്ലേ? അതെ അതെ. രണ്ടാൾ കൂടി പശുവിനെ പിടിച്ചിട്ട് മറ്റാള് കയറൊക്കെ വിട്ടിട്ടുണ്ട് വരും. അതെ അതെ അതെ. അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നടക്കുന്നത് അല്ലേ? ഇത് തട്ടാൻ ഭാസ്കരന്റെ കൃഷ്ണനാരില്ലേ അച്ഛൻ, അവരുടെ വീടാണിത്. അപ്പൊ അവിടെ ഒരു വേലിയുണ്ട്. ആ വേലി തർക്കം കൂടി അന്ന് ആ ഒരു കുട്ടി അമ്മയൊക്കെ കൂട്ടിയിട്ട് തർക്കം ഉണ്ടായിരുന്നു പണിക്കരുടെ ഭാര്യയായിട്ട്. ലഹളടിക്കല് ഉർവശിയായിട്ടുള്ള എന്താ വെച്ചാൽ ഈ ചരിയാണല്ലോ ചെയ്ത്. അവരപ്പോഴാണല്ലോ അറിയണത്. ഈ മാലയുടെ കേസിലാണ് അവർ ഈ സത്യാവസ്ഥ അറിയണത്. അത് ചെമ്പാണെന്നും സ്വർണം പറഞ്ഞു കൊടുത്താണെന്നും അവർ തമ്മിൽ അടുപ്പായിരുന്നു, കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ലാസ്റ്റ് ഉർവശിയായിട്ട് അങ്ങനെ പോണ ഒരു രംഗമാണ് ഉണ്ടായത്. കാരണം ഇതെല്ലാം സത്യാവസ്ഥയും മനസ്സിലാക്കി